ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുന്തൻ ബാംഗിൾ സെറ്റാണ്. ഇതൊരു കസ്റ്റമൈസേഷനാണ്. ഓണം സ്പെഷ്യൽ കസ്റ്റമൈസേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് ചെയ്താലോ? ഇതിന് വേണ്ടി ഞാൻ ബാംഗിളിൻ്റെ ഫ്രെയിം എടുത്തു. ഫ്രെയിം 2x4 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കവർ ചെയ്യാനായിട്ട് സിൽക്ക് ത്രെഡ് 2 കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിലില്ല, ഒരു ഗോൾഡൻ കളറാണെങ്കിൽ അത് തന്നെ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കളറിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യം ഗം അപ്ലൈ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് ത്രെഡ് കവർ ചെയ്യാനായിട്ട്. നന്നായി ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ നന്നായി അടുക്കി തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കവർ ചെയ്യണം. കാരണം സിൽക്ക് ത്രെഡാണ്, അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് നന്നായി എപ്പോഴും ടൈറ്റ് ചെയ്യണം. അവസാനം നമ്മളത് ഫിനിഷ് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുക, അതിനോടൊപ്പം ഗ്ലൂ അപ്ലൈ ചെയ്യുക. 1-2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക അവിടെ. അപ്പോൾ അതങ്ങ് അവിടെ അപ്ലൈ ആയിക്കോളും. ഇങ്ങനെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്യാം. ഇതൊക്കെ ഞാനത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു. ഇനി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് തരത്തിലുള്ള ബീഡ്സാണ്. ഒന്ന് ഐ സ്റ്റോൺ, ഗ്രീൻ ഐ സ്റ്റോണും അടുത്തത് സ്ക്വയർ സെറാമിക് ഗോൾഡൻ ബീഡ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും കുന്തൻ സ്റ്റോണാണ്. അപ്പോൾ ആദ്യം ഞാനൊരു ഫ്ലവർ പോലെ 4 വെച്ചു, 4 ഐ ബീഡ്സ് വെച്ചു. അതിനുശേഷം 4 സെറാമിക് കുന്തൻ ബീഡ്സ് ഞാനൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ ഞാനത് ഡയഗണൽ ഷേപ്പിൽ ഞാനത് ഇവിടെ വെച്ചു. 2 സൈഡിൽ 2 മേലിലും 2 സൈഡിലുമായിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരേ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരു ഗ്യാപ്പും വരാതെ അടുക്കി തന്നെ നന്നായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഭാഗത്ത് നല്ല ഭംഗിയായിട്ടിരിക്കും, കുറച്ച് സ്ഥലത്ത് ഗ്യാപ്പ് വരും, അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ നന്നായി ഗം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായി അടുക്കി ചെയ്യുക, ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇതുപോലെ. അപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ച ഒരു കാര്യമാണ്, കയ്യിൽ വെച്ച് ചെയ്യുന്നത് എന്താണ്. ചിലപ്പോൾ ഞാൻ ബഡ്സ് വെച്ച് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട്. ഈ കയ്യിൽ ആ ബീഡ്സ് വയ്ക്കുന്നത് ഓരോ ബീഡ്സായിട്ട് പറക്കി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഗ്ലൂവിൻ്റെ ലിഡാണത്, അതിലൊരു നീഡിലുണ്ടാവും. അതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൽ ടച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വയ്ക്കാൻ പറ്റും. അതിന് പകരം നമ്മുടെ കയ്യിൽ ബഡ്സ് ഉണ്ടെങ്കിൽ ബഡ്സിൽ അതിൽ കുറച്ച് ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്യൽ, കാരണം എങ്കിൽ ബുദ്ധിമുട്ടായി പോകും നമുക്ക് വയ്ക്കാൻ. ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. നോക്കിയേ എത്ര പെട്ടെന്നാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അല്ലാതെ ഓരോ ഇതായിട്ട് എടുത്തു വയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എളുപ്പമായിരിക്കും. 1-2 പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഗ്ലൂ കൂടിപ്പോവും, എങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനപ്പോൾ അതങ്ങ് ഫിനിഷ് ചെയ്ത് നോക്കിയേ. അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം എവിടെയെങ്കിലും മാറിയിരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അതിനുശേഷം അതിന് പുറത്തേക്ക് സെറാമിക്കിൻ്റെ ഒരു 3 mm റൗണ്ട് സെറാമിക് ഗോൾഡൻ കളർ ബീഡ്സ് ഉപയോഗിച്ച് ആ ഫ്ലവറിൻ്റെ പുറത്ത് ഞാൻ വെച്ചു. നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ ഫ്ലവറിൻ്റെ പുറത്തും സെൻറ്ററിലായിട്ട് ഞാൻ ആ ഗോൾഡൻ ബീഡ്സ്, സെറാമിക്കിൻ്റെ ഗോൾഡൻ റൗണ്ട് ബീഡ്സ് വെച്ചു. അപ്പോൾ ഞാനതങ്ങ് ഫിനിഷ് ചെയ്തു. അപ്പോൾ അത് കറക്റ്റ് ഒരു നല്ല ഫിനിഷിങ്ങോടെ തന്നെയാണ് എല്ലാം ഒരുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ശ്രമിക്കുക. ഇത് പല കളറിൽ നമുക്ക് ചെയ്യാം കേട്ടോ, മാറ്റി ചെയ്യാം. ഈ ഗോൾഡും ഗ്രീനും പകരം ഗോൾഡും റെഡ് യൂസ് ചെയ്യാം. ഗോൾഡും പല കളറും നമ്മുടെ സെറ്റ് സാരിക്ക് അനുസരിച്ചാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ മാറ്റി ചെയ്യാം. നോക്കിയേ എന്ത് ഭംഗിയാണ്, കണ്ടില്ലേ, ഒരു ഗ്യാപ്പോ ഒന്നുമില്ല. അപ്പോൾ അതങ്ങ് ഫിനിഷ് ചെയ്ത് ഇനി അടുത്ത സെൻറ്ററിൽ വരുന്ന 4 ബാംഗിൾസാണ്. ഇതൊരു സെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 സ്ക്വയർ സെറാമിക് ബീഡ്സ് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഐ ബീഡ്സ്. വളരെ സിമ്പിളായിട്ട് തന്നെയാണ്, അത് ഫുൾ അങ്ങ് ചെയ്ത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ബീഡ്സും ഒന്ന് ഹാൻഡ് കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് ഏകദേശം ഞാനങ്ങ് ഫിനിഷ് ചെയ്തു. നമ്മളെല്ലാ ബാങ്കിലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് അതിൻ്റെ പുറത്ത് ഗമ്മിലാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായി ടൈറ്റ് ചെയ്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗമ്മിൽ നന്നായി അവിടെ ഇരുന്നോളും കേട്ടോ. കാരണം ഇതൊന്നും ഇളകി പോകത്തില്ല, കാരണം നന്നായിട്ട് ഒട്ടിയിരിക്കുന്നതാണ്. നോക്കി, ഞാൻ ബാക്കിയും കൂടെ ഉള്ളതെല്ലാം അങ്ങ് ഫിനിഷ് ചെയ്തു. അപ്പോൾ
നിങ്ങളും ഇത് ഓണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം. ഇത് ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്ത പോലെ 2 ബാങ്കിളാണെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ സിമ്പിളായിട്ട് ചെറിയ ഫ്രെയിമിൽ നിങ്ങൾക്ക് 4 ബാങ്കിൾ മാത്രമായിട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മാറ്റി ചെയ്യാം. ഇത് പല കളറിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളും ശ്രമിക്കുക, പല കളറിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ആ ബാങ്കിൾ കവർ ചെയ്യുമ്പോൾ, സിൽക്ക് ത്രെഡ് കവർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഗമ്മിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കരുത്. എങ്കിൽ ഓരോന്നോരോന്നായിട്ട് അത് ഇളകി വരും. നമുക്ക് ചുറ്റാനത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിയേ, ഞാൻ പറഞ്ഞതുപോലെ 4 ബാങ്കിളായിട്ടോ 2 ബാങ്കിളായിട്ടോ നിങ്ങൾക്കത് ചെയ്തെടുക്കാം. ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.